ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഓൾ. അപ്പോ നമ്മുടെ വാട്ടർ അതോറിറ്റി എയുടെ ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ കാറ്റഗറി നമ്പർ 126/2024 അപ്പോൾ നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഏകദേശം 4 മാസത്തിനുള്ളിൽ തന്നെ അവിടെ വാല്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ ഷോർട്ട് ലിസ്റ്റ് അവരവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നും അതേപോലെ എത്രയാണ് കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ 53,900 തൊട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മെയിൻ ലിസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 21 പേരാണ് അവർ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 60 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ, ഡിഫറെന്റ് ഏബിൾഡ് 10, ടോട്ടൽ 91 പേരെന്താ അവര് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 44.33 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ 21 കാൻഡിഡേറ്റ്സ് ഉണ്ട് 44.33 മാർക്കിന് കൂടുതലുള്ളവരാണ്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ഥലവും സമയവും അതേപോലെ ഡേറ്റ് ഒക്കെ എന്താ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും അതിന്റെ വൺ ടൈം വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടാവാം. ഓക്കെ, വൺസ് അത് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത വർഷം ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യപ്പെടാം. ഓക്കെ, അപ്പോ ഇന്റർവ്യൂ കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇതാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 44.33 മാർക്കാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 21 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 60 പേര് സപ്ലിമെന്റ് ലിസ്റ്റിൽ, ടോട്ടൽ 91 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.